ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ്. അതായത് രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ ആദ്യം ഒന്ന് പറയാം. രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങളുള്ള ഐശ്വര്യമുള്ള ഒരു നക്ഷത്രമാണ്. ഭഗവാന്റെ നക്ഷത്രമാണിത്. അതുപോലെ എല്ലാ തരത്തിലും എല്ലാ ഐശ്വര്യങ്ങളും ഈ രോഹിണി നാളുകാരിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അത് പുരുഷനാവട്ടെ സ്ത്രീ ആയിക്കോട്ടെ, രണ്ട് കൂട്ടർക്കും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ രോഹിണി നക്ഷത്രക്കാരെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഉപകാരിയായിരിക്കും. പ്രത്യേകിച്ച് സഹോദരങ്ങളെയൊക്കെ വളരെയധികം കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ. അപ്പം സഹോദരങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരിയായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതുപോലെ രോഹിണി നക്ഷത്രക്കാരായ ഒരു സഹോദരൻ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടത്തുന്നതായിരിക്കും. അത് അത്ര ഉത്തരവാദിത്ത ബോധമാണ്. അതായത് ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്ന പോലെയാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ആ നാളിൽ ജനിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് മാതാപിതാക്കൾക്ക് ആ കുഞ്ഞ് ജനിക്കുന്നത് മൂലം വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ അവർ വളരെ ഉന്നതിയിലെത്തുന്നതായിരിക്കും. അവർക്ക് വിദ്യയിൽ വലിയ ഗുണങ്ങളൊക്കെ, അവർ വലിയ എൻജിനീയേഴ്സ് അതുപോലെയുള്ള മേഖലയിലൊക്കെ വളരെയധികം ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ജലസംബന്ധമായ ജോലികൾ, ആർമിയിൽ അതുപോലെ ഒക്കെ ജോലി കിട്ടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവർക്ക് അല്പം ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരല്പം എന്ത് പറയാനാണ്, മറ്റുള്ളവരെ അമിതമായിട്ടങ്ങ് വിശ്വസിക്കും. അതാണ് ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതല്പം ഒന്ന് കുറയ്ക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് മാതാപിതാക്കളെയൊക്കെ വളരെയധികം കെയർ ചെയ്യുന്നവരായിരിക്കും ഇവർ. അതുപോലെ നല്ല ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. മിക്ക ആളുകളിലും ഉണ്ടാവാം. ചിലരുടെ ജീവിതത്തിൽ അല്പം ദാമ്പത്യ പരാധീനതകളും കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ തന്നെ ചെറുതിലേ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിക്കാൻ. അതായത് ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം എന്നും കുഞ്ഞുനാൾ തൊട്ടേ അത് ജപിപ്പിച്ച് കുഞ്ഞിനെ പഠിപ്പിക്കുക. വലുതാകുമ്പോഴത്തേക്കായാലും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതിനും എല്ലാ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്നതിനും ഒക്കെ ഭഗവാന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അതുപോലെ അവരുടെ വിഷുഫലത്തെപ്പറ്റി പറയാം. ഈ വട്ടത്തെ വിഷുഫലം എന്ന് പറയുന്നത് അവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. അതായത് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാകാം, എന്നാലും ഗുണപ്രദമായിരിക്കും. അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല മാർക്ക്, അതായത് പരീക്ഷയൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല മാർക്കുകളൊക്കെ കരസ്ഥമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നല്ല സുഹൃത്തുക്കളുമായിട്ട് ഇടപെടാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ ഈ വർഷം അവർക്ക് കൊടുക്കുന്നതായിരിക്കും. നല്ല ഫ്രണ്ട്സിനെയൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഉദ്യോഗ കയറ്റവും അതുപോലെ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്ക് ജോലി കിട്ടാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്പം പ്രണയ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അങ്ങനെയുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രണയ സാഫല്യം നടക്കുക ഓം രാധാകൃഷ്ണായ നമ. അപ്പോൾ രാധാകൃഷ്ണായ നമ എന്ന ആ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ പ്രണയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഭഗവാനും രാധാമാതാവും ദൂരീകരിച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് അതിൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളവർ ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചോളുക. ഓം രാധാകൃഷ്ണായ നമ എന്ന മന്ത്രം എന്നും ഒരു 21 പ്രാവശ്യം ജപിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക്, അതായത് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതിൽ വലിയ വിജയങ്ങൾ
ഈ വട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ അപകടങ്ങളൊക്കെ യാദൃശ്ചികമായിട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വാക്കുകളൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ സംസാരിക്കാൻ ഇപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഒരാൾക്ക് ഗുണമായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, അത് ചിലപ്പോൾ അത് അവർക്ക് നെഗറ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും നമുക്ക് അവരോട് പിന്നീട് ആ ഒരു നെഗറ്റീവ് വെച്ച് അവർ പെരുമാറുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോമൺലി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് സംസാരിക്കാൻ നോക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹ ജീവിതത്തിന്, അതായത് നല്ലൊരു വിവാഹം നടക്കാൻ ഇവർക്ക് യോഗമുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തോടെ, അതായത് ചിങ്ങമാസത്തിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇപ്പോഴും ഉറപ്പിച്ചൊക്കെ വെക്കാം, പക്ഷേ ചിങ്ങത്തിൽ നടത്തുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത്. അതായത് നല്ലൊരു വിവാഹ ജീവിതം ഇവർക്ക് ലഭിക്കാൻ, അതായത് ഈ നാളുകാർക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് യോഗമുണ്ട്. പിന്നീട് അതായത് വീട് വെക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ വീട് വയ്ക്കാനും വീട് വാങ്ങാനും ഫ്ലാറ്റുകൾ വാങ്ങാനും ഒക്കെ നല്ല സമയമായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രായമായിട്ടിരിക്കുന്നവർ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് ആ കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായ ആളുകൾ അധികം യാത്രകളൊക്കെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മക്കളൊക്കെ ഇപ്പോൾ ഒത്തിരി കാനഡയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പ്രായമായവർ കഴിവതും അങ്ങനെയൊന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം ക്ലൈമറ്റ് ചേഞ്ച്, ഇവിടെ നമ്മൾ ഈ കേരളത്തിലൊരു ക്ലൈമറ്റ് ആയിരിക്കും, അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നിട്ട് അവർക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രോഹിണി നാളുകാർ അങ്ങനെയൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നീട് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രോഹിണി നാളുകാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറുന്നതിനായിട്ട് അവർ ചന്ദ്രദേവനെ ഈ വർഷം, അതായത് ഈ വിഷുവർഷം ചന്ദ്രഭഗവാൻ, അതായത് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പുറത്തിറങ്ങി ചന്ദ്രദേവനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ചന്ദ്രദേവായ നമ, ഓം ചന്ദ്രമസേ നമ, അങ്ങനെ ഉള്ള മന്ത്രങ്ങൾ ചന്ദ്രദേവന് അങ്ങനെ ചൊല്ലി ഒരു 21 വട്ടോ 108 വട്ടോ നിങ്ങൾക്ക് ഭഗവാനെ, അതായത് പ്രത്യക്ഷ ദൈവമാണല്ലോ, സൂര്യഭഗവാനും ചന്ദ്രദേവനും ഒക്കെ പ്രത്യക്ഷ ദൈവങ്ങളാണ്. അപ്പം അവരെ പ്രകൃതിയിലെ ആ പ്രകൃതി ശക്തിയെ ഒന്ന് ഭജിക്കാൻ നോക്കുക. നിങ്ങൾക്കുള്ള വലിയ ദോഷങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.